ഹായ് ഓൾ, വെൽക്കം ടു മെൻഡസ് കൊമേഴ്സ് അക്കാദമി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് +2 തുല്യത ബിസിനസ് സ്റ്റഡീസിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, ഉപഭോക്തൃ സംരക്ഷണം എന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരമുള്ള തർക്ക പരിഹാര ഏജൻസികൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും നോക്കിയിട്ട് പോകണം. നമുക്ക് പഠിക്കാനുള്ളതാണിത്. റിഡ്രസൽ ഏജൻസീസ് അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ആക്ട് പ്രകാരം നമുക്ക് ത്രിതല പ്രശ്നപരിഹാര ഏജൻസികളാണുള്ളത്. കൺസ്യൂമർ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സൊല്യൂഷനൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 ഏജൻസീസ് ഉണ്ട്. ജില്ലാ ഫോറം, അതുപോലെ തന്നെ സംസ്ഥാന കമ്മീഷൻ, ദേശീയ കമ്മീഷൻ, അങ്ങനെ 3 എണ്ണാണുള്ളത്. നമ്മളത് എന്തായാലും പഠിക്കണം. ഇതിലെന്താ നോക്കാം. ജില്ലാ ഫോറം എന്താണെന്ന് നോക്കാം. ജില്ലാ ഫോറത്തിൽ പറയുന്നത് ഡിസ്ട്രിക്ട് ഫോറം സംസ്ഥാന ഗവൺമെൻറ് ജില്ലാ തലത്തിൽ നിയമിക്കുന്ന പ്രശ്ന പരിഹാര ഏജൻസിയാണിത്. ഇപ്പം നമ്മുടെ ജില്ലാ തലത്തിൽ ഉള്ളതാണ് ഇത്. ഈ ജില്ലാ ഫോറം എന്ന് പറയുന്നത് നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നതോടൊപ്പം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം 1 കോടി രൂപയിൽ കവിയുന്നില്ലെങ്കിൽ, ഇപ്പം നമുക്ക് എന്തെങ്കിലും തരത്തിൽ നമ്മുടെ ഉപഭോക്താക്കൾ ഏതെങ്കിലും തരത്തിൽ പറ്റിക്കപ്പെടുകയോ ഏതെങ്കിലും കേടായ പ്രൊഡക്റ്റുകൾ തരിക, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പ്രൊഡക്റ്റുകൾ തരിക, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ദോഷം സംഭവിക്കുകയാണെങ്കിൽ, നമുക്ക് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് പ്രശ്നത്തിന് വേണ്ടി പരിഹാരം തേടാനുള്ള ഈ ഏജൻസീസാണ് ഇത്. ജില്ലാ ഫോറും ദേശീയ കമ്മീഷനും സംസ്ഥാന കമ്മീഷനും ഒക്കെ. അപ്പോൾ ജില്ലാ ഫോറത്തിൽ പരാതി കൊടുക്കേണ്ടത് എത്ര രൂപയുടെയോ, നമ്മുടെ സാധനത്തിൻ്റെയോ സേവനത്തിൻ്റെയോ മൂല്യം, നമ്മുടെ നഷ്ടം സംഭവിച്ചതും ടോട്ടൽ നമ്മുടെ സാധനത്തിൻ്റെ സേവനത്തിൻ്റെ മൂല്യം കൂടെ 1 കോടി രൂപയിൽ കവിയുന്നില്ലെങ്കിൽ, 1 കോടി രൂപ വരെയുള്ള പരാതികളാണ് ഇവിടെ നമ്മൾ കൊടുക്കുക. 1 കോടി വരെയുള്ള പരാതികളാണ് നമ്മൾ ഇവിടെ കൊടുക്കുക, ജില്ലാ ഫോറത്തിൽ നമ്മൾ കൊടുക്കുക. ജില്ലാ ഫോറത്തിൻ്റെ തീർപ്പിന്മേലുള്ള അപ്പീൽ കേൾക്കുന്നത് സംസ്ഥാന കമ്മീഷനായിരിക്കും. ഇപ്പോൾ അത് അവർ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കും. ഇപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, പ്രൊഡക്റ്റിൻ്റെയൊക്കെ പ്രശ്നങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും അവർ, ആ പ്രൊഡക്റ്റ് നമ്മൾ അവർക്ക് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അവരുടെ ടെസ്റ്റിന് അയക്കും. അവർ ആ പരാതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് അന്വേഷിക്കും. എന്നിട്ടൊക്കെയാണ് എന്ത് ചെയ്യുക, നമുക്ക് അതിനുള്ള കോമ്പൻസേഷൻ തരിക. 1 കോടി രൂപ വരെയുള്ള കോമ്പൻസേഷനും പരാതികളും എവിടെ വരുള്ളൂ, ജില്ലാ ഫോറം. നിങ്ങൾ ഈ എമൗണ്ടാണ് ശ്രദ്ധിക്കേണ്ടത്, ജില്ലാ ഫോറത്തിൽ കൊടുക്കേണ്ടത്. അപ്പം ഇനി ജില്ലാ ഫോറത്തിൻ്റെ നടപടിയിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സംസ്ഥാന കമ്മീഷൻ്റെ അടുത്ത് പോവാം. അതാണ് പറയുന്നത്. ഇനി അടുത്തതാണ് എന്ത്, സംസ്ഥാന കമ്മീഷൻ. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം അഥവാ നഷ്ടപരിഹാര തുക 1 കോടിയിൽ കൂടുതൽ, 1 കോടി രൂപയിൽ കൂടുതലും 10 കോടിയിൽ കുറവുമാണെങ്കിലാണ് നമ്മൾ എവിടേക്ക് പോകേണ്ടത്, സംസ്ഥാന കമ്മീഷനിൽ പോകേണ്ടത്. അപ്പോൾ നമുക്ക് നഷ്ടം പറ്റിയതും നമ്മുടെ സാധനത്തിൻ്റെയും സേവനത്തിൻ്റെയും വില 1 കോടിയിൽ കൂടുതലും 10 കോടിയിൽ കുറവുമാണെങ്കിൽ സംസ്ഥാന കമ്മീഷൻ മുമ്പ് നമ്മൾ പരാതിക്ക് പോകണം. അപ്പോൾ അവരെന്ത് ചെയ്യും, മ്യൂച്വൽ പ്രൊസീജിയർ തന്നെ, നഷ്ടം സംഭവിച്ച സാധനത്തിനെ ആണെങ്കിൽ അവരെന്ത് ചെയ്യും, അതിനെക്കുറിച്ചിട്ട് അവർ അന്വേഷിക്കും. എന്താണ് അവർ പരാതി സത്യമാണോ എന്ന് അന്വേഷിക്കും. നമ്മളതിനെ വിളിപ്പിക്കും. നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ് സാമ്പിൾ കളക്ട് ചെയ്യും, അത് ടെസ്റ്റിന് അയക്കും, ലബോറട്ടറി ടെസ്റ്റിന് അയക്കും. സർവീസ് ആണെങ്കിൽ എന്താണ് ആ സേവനത്തിൽ കോട്ടം വന്നതെന്നുള്ള എല്ലാ കാര്യങ്ങളും നോക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ആ പരാതിയുടെ കോമ്പൻസേഷൻ നമുക്ക് തരും. സംസ്ഥാന കമ്മീഷൻ്റെ തീർപ്പിന്മേലുള്ള അപ്പീൽ കേൾക്കുന്നത് ആരായിരിക്കും, ദേശീയ കമ്മീഷനായിരിക്കും കേൾക്കുക. നമ്മളിവിടെ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമുക്ക് അപ്പീൽ പോകാം. എവിടെ പോകാം, ദേശീയ കമ്മീഷനിൽ പോകാം. അപ്പോൾ 3ാമത്തെയാണ് എന്ത്, ദേശീയ കമ്മീഷൻ. അതിൽ പറയുന്നത് 10 കോടി രൂപയ്ക്ക് മുകളിലാണ് നമ്മുടെ നഷ്ടം, സാധനങ്ങളുടെ സേവനങ്ങളുടെ വിലയും നമ്മുടെ നഷ്ടവും കൂടെ 10 കോടി രൂപയിൽ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ പരാതിപ്പെടേണ്ടത് ആരുടെ അടുത്താണ്, ദേശീയ കമ്മീഷനിലാണ് നമ്മൾ പരാതിപ്പെടേണ്ടത്. ദേശീയ കമ്മീഷനും യൂഷ്വൽ പ്രൊസീജിയർ തന്നെ ചെയ്യും, ടെസ്റ്റിന് അയക്കും. സേവനങ്ങളാണെങ്കിൽ എന്താണ് അപാകത എന്ന് അന്വേഷിക്കും. എന്നിട്ട് അവർ എന്ത് ചെയ്യും, കോമ്പൻസേഷൻ തരും. ഇനി ഇതിലും നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമുക്ക് സുപ്രീം കോടതിയുടെ അടുത്ത് സമീപിക്കാം. ഈ പറഞ്ഞ അപ്പീലുകളൊക്കെ 30 ദിവസത്തിൻ്റെ ഉള്ളിൽ നൽകണമെന്ന് മാത്രം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 ഏജൻസീസ് ത്രിതല പ്രശ്നപരിഹാര ഏജൻസീസ്, 3 ടയർ ഏജൻസീസ് എന്ന് ചോദിക്കാറുണ്ട്. പിന്നെ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകുന്ന ആശ്വാസ നടപടികൾ ഏതൊക്കെയാണ്, ഉൽപ്പന്നങ്ങൾക്ക് കേടുപാടുകൾ പരിഹരിച്ചു കൊടുക്കുക, ഉൽപ്പന്നം മാറ്റി പുതിയത് കൊടുക്കുക,
ഈടാക്കിയ പണം തിരികെ കൊടുക്കുക, മതിയായ നഷ്ടപരിഹാരം കൊടുക്കുക, നഷ്ടം വരുത്തിയവർക്കെതിരെ പിഴ ചുമത്തുക, അന്യായ വ്യാപാര പ്രവർത്തനങ്ങളൊക്കെ തടയുക, അപകടകരമായ ഉൽപ്പന്നങ്ങൾ വിൽപ്പനയായിട്ട് നൽകാതിരിക്കുക. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്തായാലും പഠിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ കമൻറ്റ് ചെയ്യുക ഫോർ മോർ അപ്ഡേറ്റ്സ്.